ഹലോ, ഇതൊരു അടിപൊളി ബീഫ് ദം ബിരിയാണിയാണേ. നമ്മളെ കണ്ണൂർ സൈഡ് കല്യാണ വീട്ടിൽ നിന്നെല്ലാം കിട്ടൂലേ, ആ ഒരു സെയിം ടേസ്റ്റിലുള്ള ബിരിയാണിയാണേ. കുറേ പൊടികളൊന്നും ചേർത്ത് അലമ്പാക്കാത്ത നല്ല ഫ്ലേവറുള്ള ബിരിയാണി. അപ്പോൾ ഞാൻ 1 കിലോ ബീഫും 3 കപ്പ് അരിയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 1.5 ബൾബ് വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, മല്ലിയില, പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ഇഞ്ചിനെക്കാട്ടിലും എപ്പം വെളുത്തുള്ളി അധികം എടുക്കണേ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇഞ്ചി കൂടുതലാകുമ്പം ഒരു കയ്പ്പ് വരും. അപ്പം ബീഫൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. ബീഫിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് കുരുമുളക്, 1 ടീസ്പൂണ് വിനാഗിരി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 5 വിസിലും അടിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കാം. 3 കപ്പ് അരി എടുത്തുകൊണ്ട് തന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് 3 ഉള്ളിയാണ് വേണ്ടത്. അത് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ മീഡിയം സൈസിലുള്ള 2 ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ ഉള്ളി പൊരിച്ച സെയിം ഓയിൽ തന്നെ മസാലക്കും ചോറിനെല്ലാം എടുക്കുന്നത്, അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും. ഓയിലേക്ക് കട്ട് ചെയ്ത് വെച്ച 3 ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആകുന്ന വരെ വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം നല്ലോണം സോഫ്റ്റായിട്ട് വരുമ്പം ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം നല്ലോണം മാറ്റിയെടുക്കാം. ആ ടൈമിൽ മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണേ. ഇനി ഉള്ളിലേക്ക് പൊടികളായിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ പൊടിൻ്റെ പച്ചമണം മാറിയിട്ടാകുമ്പം കട്ട് ചെയ്ത് വെച്ച തക്കാളിയും ചേർത്തിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. തക്കാളിയെല്ലാം നല്ലോണം വെന്തുടഞ്ഞ് വരുമ്പം പ്രഷർ കുക്ക് ചെയ്ത് വെച്ച ബീഫില്ല അതിൻ്റെ ഗ്രേവി മാത്രം ചേർത്ത് കൊടുക്കുക. അതെല്ലാം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും പുതിനയും, പിന്നെ 1 ടീസ്പൂണോളം ചെറുനാരങ്ങൻ്റെ നീരും, പിന്നെ പൊരിച്ച് വെച്ച ഉള്ളിയില്ലേ അതിൻ്റെ ഒരു 1/4 ഭാഗം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ബീഫും കൂടി ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മസാല റെഡിയായേ. നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാലയാണ് ഇത്. കൂടുതൽ പൊടിക്കുത്തൊന്നും ഇല്ലാത്ത നല്ല മൈൽഡ് ഫ്ലേവറുള്ള മസാലയാണ്. ഇനി ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 കപ്പ് അരി നല്ലോണം കഴുകിയിട്ട് ഒന്ന് ഊറ്റിയെടുക്കാം. പോട്ട് നല്ലോണം ചൂടായിട്ട് വരുമ്പം ഫസ്റ്റ് ഉള്ളി പൊരിച്ച ഓയിലില്ലേ ആ സെയിം ഓയിലാണ് ചേർക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗീയും കൂടി ചേർത്തിട്ട് സ്പൈസസ് ചേർത്തിട്ട് 3 കപ്പ് അരി ആയതുകൊണ്ട് 4.5 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ അരി ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 4 മിനിറ്റും ലോ ഫ്ലെയിമിൽ 6 മിനിറ്റും കുക്ക് ചെയ്തെടുത്താൽ നല്ല ഉടഞ്ഞു പോകാത്ത നല്ല നെയ്ച്ചോറ് കിട്ടുമേ. അപ്പോൾ ഇതാ നല്ല നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ടേ. അത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ 6 മിനിറ്റും വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല നെയ്ച്ചോറ് കിട്ടുമേ. പൊട്ടിപ്പോകുന്ന ചെയ്യാത്ത നല്ല വേറിട്ട് നിൽക്കുന്ന നല്ല റൈസ് കിട്ടും. ഉള്ളിയിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലയും കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും പുതിനയും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ചോറിന് 3 ലെയറും മസാല 2ഉം ചെയ്തിട്ട് ദം ചെയ്തെടുക്കാം. ടോപ്പിൽ 1 ടീസ്പൂണ് ഗീയും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. പിന്നെ ബിരിയാണിക്ക് നല്ല കോമ്പിനേഷനായിട്ടുള്ളൊരു ചമ്മന്തിയാണേ. തേങ്ങയും മല്ലിയില പുതിന പച്ചമുളക് ചെറിയൊരു പീസ് ഇഞ്ചി, അതിലേക്ക് കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ അതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമുക്കിഷ്ടമുള്ള സൈഡ് ഡിഷെല്ലാം വെച്ചിട്ട് സെർവ് ചെയ്യാം. ബിരിയാണി അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അധികം മസാല കുത്തൊന്നും ഇല്ലാത്ത നല്ല മീറ്റിൻ്റെ ഫ്ലേവറെല്ലാം ഇറങ്ങിയിട്ടുള്ള സൂപ്പർ ബിരിയാണിയാണേ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം.
ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കറേ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഓക്കെ, ബൈ.